അപ്പോൾ അങ്ങനെ ഞാനും ഒരു റോബോ വാക്യൂം ക്ലീനർ വാങ്ങി. ഇവരൊക്കെ ഗ്രീഷ്മയൊക്കെ മുന്നേ തന്നെ വാങ്ങിയിരുന്നു. എന്നിട്ട് അനീത്രയോടെ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കൊണ്ടുവന്നൊരു പരീക്ഷണമൊക്കെ നോക്കി അതിനെ. അങ്ങനെ ഈ സുന്ദരിക്ക് ഞാൻ മിടുക്കി എന്ന് പേരിട്ടുണ്ട്. എല്ലാവരും പേരിട്ടുണ്ട്. അപ്പം ഞാനും മിടുക്കി എന്ന് പേരിട്ടു അതിനെ. അയ്യോ ഇതിന് ചക്രമൊക്കെ ഉണ്ടല്ലേ. ഇത് ഇത് അവർ കമ്പനിയിൽ നിന്ന് ഡെമോ ആൾ വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മൾ അതിനുള്ള ക്ഷമ കാത്തു നിൽക്കണില്ല. ചാർജ് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഓടി വന്നിരുന്നോളും. അതൊക്കെ ഓക്കെയാണ്. വേറൊരു കാര്യം എന്താ പറയാനുള്ളത് അറിയാം, പെരിന്തൽമണ്ണയിൽ നിന്നാണ് അവിടുത്തെ ഒരു വലിയ ഷോപ്പിൽ നിന്നാണ് ഞാനത് വാങ്ങിയത്. അപ്പോൾ ഇതേ കമ്പനി സാധനം തന്നെയാണ് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഏട്ടൻ വാങ്ങി. അത് ഇത് കടയിൽ നിന്ന് വേണൂസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പാലത്ത് നിന്ന് ആ കടയിൽ നിന്ന് വാങ്ങി. അപ്പോൾ വില ഭയങ്കര വ്യത്യാസം. ഒരു എത്ര രൂപയുടെ 4000 രൂപയുടെ വ്യത്യാസം. അപ്പോൾ എന്നോട് ഇവള് പറഞ്ഞു നമുക്ക് അവിടുന്ന്. അത് പറഞ്ഞപ്പോൾ കുറച്ചൊന്നു പറഞ്ഞ വിലയിൽ നിന്ന് കുറച്ചുകൂടെ കുറഞ്ഞു. അപ്പോൾ ഇതിന്റെ MRP അതിന്റെ മുകളിൽ എഴുതിയത് ഒരു പ്രൈസ് ഉണ്ട്. എത്ര 30 സംതിങ് ഉണ്ട്. 30,000 എത്രയായിട്ടുണ്ട്. അതിന് ഓഫർ പ്രൈസ് വന്നിട്ട് പിന്നെ അതൊന്ന് കുറച്ചും കൂടെ കുറച്ച് തന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ട് വടക്കാഞ്ചേരിയിൽ വേണൂസ് ഉണ്ട്, അവിടേക്ക് വിളിച്ചു ചോദിച്ചപ്പോഴും ഭയങ്കര പൈസ വ്യത്യാസം. അപ്പോൾ സംഭവം അടിപൊളിയാണ്. എനിക്കിത് പറയാനുള്ളത് വേറെ ഒന്നല്ല, നിങ്ങൾ ആരെങ്കിലും ഈ മിടുക്കീനെ റോബോനെ വാങ്ങുന്നുണ്ടെങ്കിൽ 3-4 കടകളൊക്കെ നോക്കി വെച്ച് ഏതിലാണ് പ്രൈസ് വ്യത്യാസം നോക്കിയിട്ട് വാങ്ങുക കേട്ടോ. ഓൺലൈൻ ചിലപ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനം പഠിക്കട്ടെ. ഓക്കെ. മിടുക്കി പണി തുടങ്ങി. പേരിട്ടു. ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ. അതെ, അതാണ്.